വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. കലാഭവൻ നവാസിന്റെ ഒരു മരണം മലയാളികളെ, കലാഭവൻ നവാസിനെ അറിയുന്നവരും അറിയാത്തവരെയും വല്ലാതെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു. കാരണം അവരൊരു കുടുംബം, രഹന എന്നൊരു ഭാര്യ, മക്കൾ വളരെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്നവരാ. ആ സമയത്താണ് സിനിമാ മേഖലയിൽ നിന്നുള്ള ആസിഫ് അലി എന്ന് പറയുന്ന ഒരു നടൻ, ഒരു യുവ നടൻ, വളരെ തെറ്റിദ്ധാരണജനകമായ, ഒരിക്കലും ഒരു മരണസമയത്ത് പറയാൻ പാടില്ലാത്ത ഒരു പ്രസ്താവന ഈ മരണം നടന്ന പിറ്റേ ദിവസം ഒരു പരിപാടിയിൽ വെച്ച് പബ്ലിക്കിൽ വെച്ചിട്ട് മൈക്കിൽ സംസാരിച്ചത്. അത് കേട്ടപ്പോൾ അത്തരമൊരു സമയത്ത് ഒരു വിശ്വാസിയിൽ നിന്നൊരാൾ, ഒരു മനുഷ്യനിൽ നിന്ന് പോലും വരാൻ പാടില്ലാത്തൊരു വാക്കാണ് ആസിഫ് അലി എന്ന് പറയുന്ന ഒരു നടനിൽ ഉണ്ടായത് എന്നുള്ളതാണ് ആ ഒരു വീഡിയോ കണ്ട എല്ലാവരും പറയുന്നത്. ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയല്ല പറയേണ്ടിയിരുന്നുള്ളത്. കാരണം ഈ ഒരു കലാഭവൻ നവാസിന്റെ വീട്ടിലേക്ക് ഇന്നലെ ടിനി ടോം എന്ന് പറയുന്ന ഒരു മിമിക്രി താരവും നടനും പോയി. ആ നടനും ഫാമിലിയൊക്കെ ആയിട്ടാണ് പോയത്, ആ കുടുംബത്തിൽ നിന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവരത്രയും സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബം, ഈ രഹന, ഭർത്താവ് നവാസ്, കുടുംബം, എല്ലാവരും. അപ്പോൾ നമ്മൾ അവരുടെ ഓരോ കഥകൾ കേൾക്കുമ്പോഴും ഇത്രയും നമ്മൾ മരണപ്പെട്ടതിന് ശേഷമാണ് അവരുടെ സ്നേഹബന്ധങ്ങളെക്കുറിച്ചും അവരുടെ ഒരു വ്യക്തിവിശുദ്ധിയും, സിനിമ എന്നൊരു മേഖലയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്, അതിനോട് താല്പര്യമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വളരെ സൂക്ഷ്മത പുലർത്തിയിരുന്ന, ആരാധനാ കാര്യങ്ങളൊക്കെ വളരെ താല്പര്യമുണ്ടായിരുന്ന, ഒരു തികഞ്ഞ വിശ്വാസിയായ, മറ്റുള്ളവരോട് പരിഗണിക്കുന്ന, കുടുംബത്തിനോട് വളരെയധികം സ്നേഹം കാണിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പോയിട്ട് ടിനി ടോം കണ്ടൊരു കാഴ്ച, അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ ഷൂ ഒക്കെ തുടച്ച് വൃത്തിയാക്കിയ ഒരു ഭാഗത്ത് വെച്ചിക്കാണ്. ഒരു വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെയാണ് മരണശേഷവും ആ മക്കൾ ചെയ്തിരുന്നുള്ളത്. കണ്ണീരോട് കൂടിയിട്ടാണ് ടിനി ടോം ആ വിവരം പങ്കുവച്ചത്. ഒരു സിനിമ പരിപാടി കഴിഞ്ഞിട്ടാണ് ഇവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയത്. ഞാനിത് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ അറമ്പറ്റ എന്നൊരു സാധനമുണ്ട്. അറമ്പറ്റുന്നൊരു സംഭവമാണ് ശരിക്കും നവാസിനുണ്ടായത്. കാരണം നവാസ് ഒരു പരിപാടി, ഈ ഒരു മരണം നടക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു സിനിമയിൽ ഒരു പിന്നണിക്കാരൻ, അതായത് സിനിമാ മേഖലയിൽ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ വിളിച്ചപ്പോൾ നവാസെ ഇപ്പോൾ ഒന്നും എന്താണ് പരിപാടികൾ, കുറേ സിനിമകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുറേ ഇടവേളകൾക്ക് ശേഷം നവാസിന് കുറേ സിനിമാ വർക്കുകൾ കിട്ടണം. ആ ഒരു സിനിമാ വർക്കുകൾ കിട്ടുന്നതിൻ്റെ സന്തോഷത്തിലായിരിക്കണം നവാസ് പറഞ്ഞത്, ഞാനിപ്പോൾ വല്ലാതെ തിരക്കിലാണ്, ഇനി ഇന്നത് എനിക്ക് കാണാൻ കൂടി കിട്ടൂലട്ടാണ്. അതായത് അത്രയും സിനിമയുടെ തിരക്കിലായിരിക്കും, ഇനി ഒരിക്കലും നിനക്ക് എന്നെ കാണാൻ കിട്ടില്ല എന്ന് പറയാൻ മാത്രം തിരക്കിലാണ് എന്നാണ് നവാസ് പറഞ്ഞിരുന്നത്. അത് അറമ്പറ്റി എന്നാണ് ആ ഒരു പിന്നണി പ്രവർത്തകൻ പങ്കുവച്ചത്. കാരണം ഒരിക്കലും കാണാൻ കഴിയില്ല, ഇനി ഞാൻ ഭയങ്കര തിരക്കിലായിരിക്കും എന്ന് പറഞ്ഞതുപോലെ മരണം എന്നൊരു ലൈഫിലേക്കങ്ങോട്ട് തിരിച്ചങ്ങോട്ട് പോയി, ഒരിക്കലും കാണാൻ പറ്റാത്ത. ഇത് സത്യമാണ്, നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ അറം പറ്റുന്നൊരു സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹബീബാനി പഠിപ്പിച്ചത്, നമ്മൾ ഒരിക്കലും ശപിക്കരുത്, പ്രാകരുത് എന്ന് പറയും. കാരണം എന്താ, അത് ശരിക്കും കണ്ട അറം പറ്റിക്കളയും. ചില ആളുകളുടെ ഒരു പ്രയോഗമുണ്ട്, എൻ്റെ ആയുസ് അങ്ങോട്ട് എടുത്താലും വേണ്ടില്ല, അവനക്ക് ദീർഘായുസ് കിട്ടട്ടെ എന്ന് പറഞ്ഞു. ചിലപ്പോൾ ആ ഒറ്റ നിമിഷം മതി, അള്ളാഹു അതങ്ങോട്ട് സ്വീകരിക്കും, നമ്മുടെ ആയുസ് അങ്ങോട്ട് എടുക്കും, മറ്റയാൾക്ക് ആയുസ് കൂടുകയും ചെയ്യും. അപ്പോൾ അറം പറ്റുന്നൊരു സംഭവം ശരിക്ക് നവാസിന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ ഓരോരുത്തരുടെ എഴുത്തുകളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഇത് അദ്ദേഹം എപ്പോഴും ഈ ഒരു സിനിമയുടെ പിന്നണി പ്രവർത്തകൻ തന്നെയാണ് മരണശേഷം ഇത് പങ്കുവച്ചത്, അറം പറ്റി പോയടാ എന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെയൊക്കെ നിത്യ ലൈഫിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഒഴിവാക്കുക. ഇപ്പം എൻ്റെ ലൈഫിൽ തന്നെ ഉണ്ട്, എനിക്കൊരു കേസും കാര്യങ്ങളുമായി. ആ സമയത്ത് ഞാൻ ഒരു കേസ് വന്ന സമയത്ത്, എൻ്റെ മുൻകൂർ ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ ജയിലിൽ പൊക്കോളാം, ഞാൻ ഞാൻ സുപ്രീം കോടതിയിലൊന്നും പോകണില്ല. അത് അറം പറ്റി. ശരിക്കും അങ്ങനെ തന്നെ സംഭവിച്ചു. നിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങാവുന്ന ഒരു സ്പേസിനേക്കാളും എൻ്റെ നാവിൽ നിന്ന് വീണത് ഞാൻ ജയിലിൽ കിടന്നോളാം, ഇതെന്നെ പലതവണ ആവർത്തിച്ച് ഇങ്ങനെ എൻ്റെ അറിയുന്നവരോടൊക്കെ പറഞ്ഞു. ശരിക്കും ഞാൻ അങ്ങനെ തന്നെ 42 ദിവസം കിടക്കേണ്ടി വന്നു. ഇപ്പം എൻ്റെ ലൈഫിൽ അറം പറ്റുന്നത് ശരിക്കും കൃത്യമായി സംഭവിച്ചത്. ഇപ്പം നമ്മുടെ നാവ് ആ സമയത്തുണ്ട് പറയുമ്പോൾ അള്ളാഹു അതുകൊണ്ട് സ്വീകരിക്കും. അതാണ് ശരിക്കും ഇവിടെ ഈ ഒരു നവാസിൽ സംഭവിച്ചത്. കാരണം അത്ര ആരോഗ്യം സൂക്ഷിക്കുന്ന ഒരാളാണ്, അങ്ങനെ മുൻപൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത ഒരാളാണ്. അറ്റാക്കായിരുന്നു അദ്ദേഹം മരണകാലം. അപ്പോൾ ആ ഒരു ഇങ്ങനെ വല്ലാതെ എല്ലാവരും വേദനിക്കുന്ന, സിനിമയുമായി ബന്ധമുള്ളവരും ഇല്ലാത്തവരൊക്കെ വേദനിക്കുന്ന ഒരു സമയത്താണ് ആസിഫ് അലി എന്ന് പറയുന്നൊരു നടൻ, ഇന്നത്തെ യുവ നടന്മാരിൽ ഏറ്റവും അധികം ആരാധകരുള്ള സൽസ്വഭാവിയാണ് എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്നൊരു നടനാണ് ഈ ഒരു ആസിഫ് അലി. അപ്പോൾ ആസിഫ് അലിയുടെ ആ ഒരു വീഡിയോ പുറത്ത് കണ്ടപ്പോൾ എനിക്കും തോന്നി, എന്താ ആസിഫ് അലി അങ്ങനെ പറയാൻ കാരണം? അതൊരു നല്ലൊരു മനുഷ്യന്റെ ലക്ഷണമല്ലല്ലോ. ഒരു പക്ഷേ നിങ്ങൾ എത്ര പേര് ആ വീഡിയോ കണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ വീഡിയോ കാര്യം ശരിക്കും എനിക്ക് ഇവിടെ പറയാം, ഈ ഒരു അവസരത്തിൽ പറയാമെന്ന് അറിയില്ല. ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനായിരുന്ന, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവനായിരുന്ന കലാഭവൻ നവാസിന്റെ ഇന്നലെ രാത്രി മരണപ്പെട്ടു. വളരെ ഷോക്കിംഗ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമുക്ക് മനസ്സിലാണ്, നമുക്കറിയില്ല എന്താ നമ്മുടെ ലൈഫിൽ ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത്. കാര്യം ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഒരുമിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് യാത്ര പിരിഞ്ഞ് ഇറങ്ങിയപ്പോൾ അറിയില്ലായിരുന്നു ഇനി അദ്ദേഹത്തിനെ കാണില്ലെന്ന്. അപ്പൊ അത്രയും അൺസർട്ടൺ ആണ് ജീവിതം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ,
ഉള്ള സമയം അടിപൊളിയാക്കുക അല്ലേ? ഇതിൽ പറയുന്നത് നമുക്കിനി ലൈഫ് അടിച്ചു പൊളിക്കാം. ലൈഫ് അടിച്ചു പൊളിക്കലല്ല വേണ്ടത്. അപ്പൊ അതേ ഉപയോഗിച്ച ഒരു ഭാഷ എന്താന്ന് വെച്ചാൽ ഇനി നന്നാക്കണം എന്ന അർത്ഥത്തിലല്ല. ലൈഫ് ഇത്ര കുറച്ചുള്ളൂ, ലൈഫ് ഈസ് ഷോർട്ട്, വളരെ വളരെ കുറവാണ് ഈ ലൈഫ്. ആ ലൈഫിൽ നമുക്ക് ഇന്ന് കാണുന്ന ഒരാളെ നാളെ കാണാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട എന്താണ്, കുറച്ചുകൂടിയൊക്കെ ഒരു ഉത്തരവാദിത്തത്തിലായി ഫാമിലിയൊക്കെ ആയിട്ട് ഒരു അറ്റാച്ച്ഡ് ആയി ചെയ്യേണ്ടുന്ന നന്മകളൊക്കെ പരമാവധി ചെയ്ത് നമുക്ക് ചെയ്യേണ്ട ആരാധനകൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് ഒരു നല്ല വ്യക്തിയായിട്ട് മാറണം എന്നുള്ളതാണ് സാധാരണ മരണസമയത്ത് എല്ലാവരും മറ്റുള്ളവരോട് പങ്കുവെക്കാം. അതിന് പകരം അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നമുക്ക് ലൈഫ് അടിച്ചു പൊളിച്ച് തീർക്കാവുന്ന ഒരു സന്ദേശം ആസിഫ് അലിയെ പോലെയുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമാ താരത്തിൽ നിന്ന് ഉണ്ടായത് തന്നെയുണ്ട്. സോഷ്യൽ മീഡിയ മുഴുവനും ആസിഫ് അലിക്കെതിരെ ഭയങ്കര സൈബർ ആക്രമണമായിരുന്നു. നമ്മളിവിടെ സൈബർ ആക്രമണം നടത്തുന്നതല്ല, പക്ഷേ ആസിഫ് അലി എന്ന് പറയുന്ന ഒരു നടനിൽ നിന്ന് കുറച്ചും കൂടിയൊക്കെ റെസ്പെക്റ്റ് ആയ, കുറച്ചും കൂടിയൊക്കെ ഒരു മരണസമയത്ത് പറയേണ്ട ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 1-2 ദിവസങ്ങളിൽ പറയേണ്ടുന്ന ഒരു വാക്കല്ല ആസിഫ് അലി പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷയിൽ നിന്നും ആളുകൾ നമുക്ക് മനസ്സിലാവും. അല്ലാതെ അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നല്ലല്ലോ അവിടെ പറയേണ്ടത്, മറിച്ച് ഒരു ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് അതാണ് നമുക്കൊരു പറയേണ്ടിടത്ത് ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ പറയരുത്, ചില കാര്യങ്ങളാണ് പറയേണ്ടത്, ചിലത് ചില രീതിയിൽ പറയണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. മുതിർന്ന ആളുകൾ, പണ്ടത്തെ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ ആസിഫ് അലിയുടെ ഈ ഒരു പ്രയോഗം വളരെ മോശമായി. പാവം ആ ഒരു നവാസിൻ്റെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ആ രഹന ഹോസ്പിറ്റലിലായിരുന്നു. അത്രയും സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിലാണ്. ആരുടെ കുടുംബത്തിലായാലും ഇതുപോലെ മരണം വലിയൊരു വേദന തന്നെയാണ്. ഇതിപ്പോൾ നമ്മളൊരു കലാരംഗത്ത് അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്. അവരാണെങ്കിൽ മറ്റു സിനിമാക്കാരുടെ സാധാരണ വരുന്ന തമ്മാടിത്തരങ്ങളിലോ അല്ലെങ്കിൽ മറ്റു മോശത്തരങ്ങളിലൊന്നും വരാത്തൊരു കുടുംബമാണ്. ആരോ ചോദിച്ചത് നവാസിനോട്, പണ്ടൊക്കെ സിനിമയിൽ ഒരുപാട് ഉണ്ടായിരുന്നല്ലോ, പിന്നെന്താ നിങ്ങൾ സിനിമ കുറഞ്ഞു പോയതെന്നുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു മറുപടി അങ്ങനെയാണ്, ഞാൻ സിനിമയ്ക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, മറിച്ച് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുടുംബം കഴിഞ്ഞിട്ടുള്ള സിനിമകളും മിമിക്സ് പരേഡുകളും മിമിക്രിയും മറ്റു കലാപ്രവർത്തനങ്ങളും മതി. അപ്പോൾ കുടുംബത്തിനാണ് പ്രാധാന്യം എന്നുള്ളതാണ്. അങ്ങനെ മലയാള സിനിമയിൽ അങ്ങനെ ചുരുക്കം ചില ആളുകളെ ഫാമിലി മൈൻഡുള്ളൂ. ഞാൻ അങ്ങനെ കണ്ട ഒരാൾ മമ്മൂട്ടിയാണ്. മമ്മൂട്ടി ഇതുപോലെ ആരാധനാ കാര്യങ്ങളൊക്കെ വളരെ കണിശത പുലർത്തുന്ന ഒരാളാണ്. അതുപോലെ ഫാമിലി മാനാണ്. കുടുംബം മറന്നിട്ടുള്ള ഒരു കളിക്ക് പോകാത്ത ഒരാളാണ്. നമ്മൾ ഓരോ സിനിമക്കാരെടുത്ത് പരിശോധിച്ച് നോക്ക്. ഞാൻ സിനിമക്കാരെ പ്രൊമോട്ട് ചെയ്യാനോ ഇകഴ്ത്താനോ അല്ലെങ്കിൽ താഴ്ത്താനൊന്നും അല്ല, മറിച്ച് അവരവരുടെ ലൈഫിൽ കരിയർ കെട്ടിപ്പടിക്കുമ്പോൾ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരാണ് മിക്ക ആളുകൾ ഉണ്ടാവുക. അതിനിടയിൽ ചില അപവാദങ്ങളാണ് ഇതുപോലെയുള്ള ചില നല്ല സിനിമക്കാർ എന്നുള്ളത്. നല്ല സിനിമക്കാരെന്ന് പറഞ്ഞാൽ സിനിമാ മേഖലയിലെ നല്ല ആളുകൾ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ഈ ഒരു കലാഭവൻ നവാസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹം വളരെ നമസ്കാര കാര്യങ്ങളിലും മറ്റു ആരാധനാകാര വിശ്വാസ കാര്യങ്ങൾക്കും വളരെ താല്പര്യം കാണിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മരണസമയത്തൊക്കെ അത്രയും ആളുകൾ അവിടെ ഒരുമിച്ച് കൂടാൻ തന്നെ കാരണം അദ്ദേഹത്തോടുള്ള സ്നേഹമാണ്. അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാറോ മെഗാ സ്റ്റാറോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ ലീഡറോ ഇതൊന്നുമല്ല. ഒരുപാട് കാലമായിട്ട് സിനിമാ മേഖലകളിൽ നിന്ന് അങ്ങനെ കാണാത്തൊരു മുഖമാണ്. ഇപ്പോൾ സിനിമയിൽ ഇങ്ങനെ വന്നു. അപ്പോൾ അറം പറ്റുന്നൊരു വാക്ക് അദ്ദേഹത്തിനും സംഭവിച്ചു എന്നതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മളൊരാളെ പ്രാകരുത്. നമ്മളെപ്പോഴും പഠിച്ചിട്ടില്ലേ, മരണപ്പെടുന്നതിന് മുൻപ് നമ്മുടെ ജീവിതം നമ്മൾ സൂക്ഷിക്കുക. 5 കാര്യങ്ങൾക്ക് മുൻപ് 5 കാര്യങ്ങൾ സൂക്ഷിക്കുക എന്നുണ്ട്. അത് ആസിഫ് അലിക്ക് അറിയാതെ പോയി. ലൈഫ് വളരെ കുറച്ചേ ഉള്ളൂ. അതിന് അടിച്ചു പൊളിക്കലല്ല, ഉത്തരവാദിത്തത്തോടു കൂടി വളരെ ഗൗരവത്തോടു കൂടി ഹാപ്പിനെസ് ആയിട്ട് ജീവിക്കാനുള്ള അടിച്ചുപൊളി എന്നൊരു പ്രയോഗം ഏതായാലും ആസിഫ് അലിക്ക് അബദ്ധമായിരിക്കും. നമ്മൾ അതിന് സൈബർ ആക്രമണം നടത്തണ്ട. ഒരുപക്ഷെ ഇതിനോട് യോജിക്കുന്നവരും ഉണ്ടാവാം. അതിൽ ആസിഫ് അലിയെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു മരണസമയത്ത് അനുശോചനമായിട്ട് പറയേണ്ടതല്ലാത്തൊരു വേർഡ് കണ്ടപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷേധം അറിയിച്ചതാണ്. അങ്ങനെ എല്ലായിരുന്നു പറയേണ്ടിയിരുന്നുള്ളത്. തന്നെയാണ് എല്ലാവരും ഈ വീഡിയോ കാണുന്ന, ഈ വീഡിയോ അല്ലതിന് മുൻപ് ഈ വീഡിയോ ഇറങ്ങിയപ്പോൾ ആസിഫ് അലിയുടെ ഈ വീഡിയോ ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞത് ആ രീതിയിൽ തന്നെയാണ്. കൂട്ടത്തിൽ എനിക്ക് വളരെ സന്തോഷം പങ്കുവെക്കാനുണ്ട്. കണ്ണൂർ ജില്ലയിലെ SSF നടത്തുന്ന സാഹിത്യോത്സവത്തിൽ സ്റ്റോറി ടെല്ലിങ്ങിൽ 3ാം സ്ഥാനം നേടിയ അദ്നാൻ എന്ന പേരുള്ള ഒരു കുട്ടിയുടെ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ കുറച്ച് വീഡിയോ അതിൻ്റെ ഉമ്മ എനിക്ക് അയച്ചു തന്നിരുന്നു. സന്തോഷം തോന്നി. അപ്പോൾ ആ ഒരു വീഡിയോ ഒരു പക്ഷേ നമ്മളാരും കണ്ടിട്ടുണ്ടാവില്ല. ആ ഒരു കുട്ടിയെ ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ്. അതിൻ്റെ സ്റ്റോറി ടെല്ലിങ് വളരെ നന്നായിട്ടുണ്ട്. ഇവൻ കണ്ണൂർ ഡിവിഷനിലെ തലശ്ശേരി ഡിവിഷനിലെ എടക്കാട് സെക്ടറിലുള്ള ജലീലിൻ്റെയും ഷബിനയുടെയും മകനാണ് ഈ ഒരു കുട്ടി. അദ്നാൻ എന്ന പേരുള്ള LP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. 4ാം ക്ലാസ്സിലെ ഇടയിലുള്ള പ്രായമായിരിക്കും. പ്രായം എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഒരു 8 9 8 വയസ്സെങ്ങാനും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കുട്ടിയുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒന്ന് കാണാം. എല്ലാവരും ഈ കുട്ടിയെ അഭിനന്ദിക്കണം.